വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലാണ്. നമ്മുടെ ലേറ്റസ്റ്റ് വർക്ക് ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് കൊച്ചിയിലോട്ട്. അപ്പം നമ്മുടെ പൊണ്ണി ജോബിനുണ്ട്, വണ്ടർ പൊണ്ണിയുണ്ട്. വണ്ടർ പൊണ്ണി ദുബായിൽ നിന്ന് വന്നേക്കുവാണ്. എല്ലാവരും വണ്ടർ പൊണ്ണിയുടെ വീഡിയോ കാണേണ്ടതാണ്. നമ്മുടെ ക്യാമറമാൻ വീഡിയോ എടുക്കണ പ്രമാണിച്ച് തൊപ്പിയും താണ്ട ഒരു പാൻറ്റും എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. അപ്പം ഇന്ന് പൊളിക്കില്ലയോ? സോ ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നമ്മൾ മൊത്തം മാറ്റി ഫുള്ളി മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. നല്ലോണം റെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളങ്ങനെ എറണാകുളം എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. കൊച്ചി എയർപോർട്ട് ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി. പൊണ്ണിയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് റിവീലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ 2010 ഹോണ്ട സിറ്റിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞേക്കുവാണ്. നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ബോഡി സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഫോഗ് ലൈറ്റ് ഇതെല്ലാം നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഫുൾ ബോഡി പെയിൻറ്റിംഗ് ആണ്. ഇത് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു മിൽക്കി വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രോം ഫിനിഷ് വരുന്ന സാധനങ്ങളെല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല്, അതുപോലെ തന്നെ ഹോണ്ടയുടെ ഐക്കൺ എല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആ സൈഡ് ഡോർ ഹാൻഡിൽ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ വരുന്നൊരു പോർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷാണ്. അത് മറ്റേ നമ്മൾ ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പെയിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ നമ്മൾ കാലിപ്പറിൻ്റെയും ഡ്രമ്മിൻ്റെയും ഒക്കെ പെയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കാലിപ്പറിന് ഒരു റെഡ് ഫിനിഷും ബാക്കി ഒരു ഡുവൽ ടോണുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. റെഡ് വിത്ത് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫുൾ ബോഡി സ്കേർട്ടിൻ്റെ കാര്യം നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഒരു നൈസ് ഒരു സ്കേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അധികം താഴാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സൈഡ് രണ്ട് സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റ്മാൻ്റെ മിറർ ക്യാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫിൻ ടൈപ്പ് ഡിഫ്യൂസറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്ലോസി ടൈപ്പ് ഷാർക്കാനിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എത്രയാണ് നമ്മുടെ കിറ്റ് സൈഡ് പറയുവാണെങ്കിൽ പറയാനുള്ളത്. അതായത് സ്കേർട്ട്, അടുത്ത ഹെഡ് ലൈറ്റ് നമ്മൾ ഹെഡ് ലൈറ്റ് ഫുള്ളി മാറ്റിയേക്കുവാണ്. ഇതിന് നമുക്ക് ഒരു DRL വരുന്നുണ്ട്. DRL തന്നെയാണ് നമ്മൾ ഇൻഡിക്കേറ്ററും കൊടുത്തേക്കുന്നത്. മെട്രിക്സ് ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ പ്രൊജക്ടർ ഹെഡ് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. ഡിമ്മും ബ്രൈറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ മോഡലിന് കറൻറ്റ്ലി ഫോഗ് ലൈറ്റ് വരത്തില്ല. നമ്മളിത് കമ്പനി ഫോഗ് ലൈറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തേക്കുവാണ്. ബൾബ് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഗ്ലാസ് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും നമ്മൾ കൊടുത്തേക്കുന്നത് 80 സൈഡ് ഗ്ലാസ് കൊടുത്തേക്കുന്നത് 50 കൊടുത്തേക്കുന്നത്. ഗ്ലാസിന് സൈഡിൽ പറയാൻ വേണ്ടി അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ വർക്ക് നമ്മളൊരു കസ്റ്റം ടൈപ്പ് സീറ്റാണ് ചെയ്തേക്കുന്നത്. നോർമലി സിറ്റി ചെയ്ത് വരുന്നില്ല, നമ്മൾ ചെയ്തെടുത്തതാണ്. അത് നമ്മൾ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടി ഫങ്ഷണൽ ഹാൻഡ് റെസ്റ്റാണ് കൊടുത്തേക്കുന്നത്. ഇവൻ ഡ്രൈവറിന് മാത്രം നമുക്ക് കൈ നീട്ടി വെക്കണമെങ്കിൽ അത് വെക്കാം. കോ ഡ്രൈവറിന് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നത് 2. ഇപ്പോൾ പേപ്പേഴ്സ്, ക്യാഷ് അങ്ങനെ എല്ലാം വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടും വെക്കാം. പിന്നെ നമ്മൾ മോമോയുടെ ഒരു ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ
സ്റ്റീം റാപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ടെയിലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് ടെയിലൈറ്റാണ് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്ക് ഇടുമ്പോഴത്തേക്കും ഈ ടൈപ്പ് മെട്രിക്സ് ടൈപ്പാണ് വരുന്നത്. ബ്രേക്ക് ഇടുമ്പോഴത്തേക്കും ഈ 2 ഷെല്ല് കത്തും. പിന്നെ നമ്മുടെ റിവേഴ്സ്. എത്രയാണ് ടെയിലൈറ്റിൻ്റെ കാര്യം. വണ്ടിയുടെ കൂടുതൽ വീഡിയോസ് റീലായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ 2010 ഹോണ്ട സിറ്റിയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ഓക്കെ, ബൈ.